മധ്യവേനൽ അവധിയായതോടെ കുട്ടികൾ കളിക്കളങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. കളിക്കാനുള്ള സ്ഥലങ്ങൾ കുറഞ്ഞതോടെ കൊയ്ത്തു കഴിഞ്ഞ വയലുകളിലാണ് ഇവരുടെ മത്സരങ്ങൾ നടക്കുന്നത്. ഇനി 2 മാസക്കാലം വിശ്രമമില്ലാതെയുള്ള പന്തുകളിയാണ് നാട്ടുമ്പുറങ്ങളിൽ കാണാൻ കഴിയുന്നത്. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പുസ്തകങ്ങളൊക്കെ മാറ്റിവെച്ച് കളിക്കളങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. ഇത്തരം കളിക്കളങ്ങൾ ഇനിയുള്ള 2 മാസം കുട്ടികളുടെ കയ്യിലാണ്. എന്നാൽ കുട്ടനാട്ടിലെ സ്ഥിതി അതല്ല. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ സമയം കളയാനും കളിക്കാനും കുട്ടികൾക്ക് സ്ഥലങ്ങളില്ല. വയലുകളും കായലുകളും മാത്രമാണുള്ളത്. ഇതിനിടയിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങൾ മാത്രമാണ് ഇവർ കളിക്കളങ്ങളായി ഉപയോഗിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ വെക്കേഷൻ അല്ലേ, ഇനിയിപ്പോൾ എല്ലാവരും പൊളിക്കല്ലേ അല്ലേ? അതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കാണുന്നത്. സാധാരണ ഈ കുട്ടനാട്ടിലൊന്നും കളിക്കാൻ കളിക്കളങ്ങളൊന്നും ഇല്ലല്ലേ നിങ്ങൾക്ക്? അങ്ങനെ ഇടയ്ക്ക് പാടങ്ങളും ചെറിയ ചെറിയ പറമ്പുകളൊക്കെ ഉള്ളു. ഇവിടെ കളിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അതേ ഉള്ളു. കൊയ്ത്ത് കഴിഞ്ഞുകൊണ്ടിട്ട് 2 മാസം സുഖമാണല്ലേ? വെള്ളം കയറുന്നവരെ അതടുത്ത് കയറ്റും. ഏതെങ്കിലും സ്ഥലമൊന്നുമില്ല, പിന്നെ പറമ്പൊക്കെ ഉള്ളു അടുത്തടുത്ത്. അത് വീട്ടുകാരുടെ കയറാൻ അവർ കയറ്റത്തൊന്നുമില്ല, പിന്നെ ഇതൊക്കെ ഉള്ളു. പുതിയ താരോദയങ്ങൾക്കകത്താണ് ഇത്തരം കളിക്കളങ്ങൾ ഇപ്പോൾ ഉള്ളത്. വഞ്ചിപ്പാട്ടും വള്ളംകളിയും മാത്രമല്ല, ക്രിക്കറ്റും ഫുട്ബോളും അടക്കമുള്ള മറ്റ് കായിക വിനോദങ്ങളും കുട്ടനാട്ടിലെ കുട്ടികൾക്ക് വഴങ്ങുമെന്നാണ് കുട്ടികൾ തെളിയിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള കളിക്കളങ്ങളിൽ നിന്നാണ് IM വിജയൻ അടക്കമുള്ള താരങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചത്. അത്തരത്തിലുള്ള പുതിയ തലമുറകളാണ് ഈ വളർന്നു വരുന്നത്. ക്യാമറാമാൻ രാജേഷ് പുളിങ്ങിനൊപ്പം ഷാജഹാൻ.